ഞാൻ എൻ്റെ ബേബിക്ക് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ പ്രൈസസിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഞാനത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ജെന്യുവിൻ റിവ്യൂ ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. എൻ്റെ ബേബിക്ക് ആക്ച്വലി 3 മന്ത്സ് ആയിട്ടുണ്ട്. ഈ ഒരു 3 മന്ത്സ് ഞാൻ എന്തൊക്കെ പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നും ആ പ്രോഡക്ട്സിൻ്റെ ഓരോന്നിൻ്റെയും മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാനപ്പം ആക്ച്വലി എൻ്റെ ബേബിനെ കുളിപ്പിക്കുന്നതിന് മുൻപ് നമ്മുടെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടാണ് മസാജ് ചെയ്യുന്നത്. ഇത് നമ്മുടെ നോർമൽ കോക്കനട്ട് ഓയിലാണ്, നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കോക്കനട്ട് ഓയിൽ. ഈ കോക്കനട്ട് ഓയിൽ തേച്ചിട്ട് ബേബിനെ നന്നായിട്ട് മസാജ് ചെയ്യും. ഒരു 10 to 15 മിനിറ്റ്സ് മസാജ് ചെയ്തിട്ട് ഞാൻ കിടത്താറുണ്ട്. ജസ്റ്റ് ഒരു നോർമൽ എക്സസൈസസും ഒക്കെ കൊടുത്തിട്ട് കിടത്തും. അതിനുശേഷം ഈ ഒരു സെബാമെഡിൻ്റെ ഫേസ് ആൻഡ് ബോഡി ഫോം വാഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കുളിപ്പിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ സെബാമെഡിൻ്റെ സോപ്പ് യൂസ് ചെയ്തിരുന്നു. സെബാമെഡിൻ്റെ സോപ്പ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ഫോം കുറവുള്ളതായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫേസ് ആൻഡ് ബോഡി ഫോം വാഷ് യൂസ് ചെയ്തിട്ടാണ് കുളിപ്പിക്കുന്നത്. പിന്നെ ഞാൻ ഷാമ്പുവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു സെറ്റാഫിലിൻ്റെ ബേബി ജെൻറ്റിൽ ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി നല്ലൊരു ഷാമ്പു ആണ്. എനിക്ക് ജസ്റ്റ് ഒരു ഡാൻഡ്രഫ് അല്ല, എന്തോ ഒരു പൊടി പോലെ തലയിൽ ഇങ്ങനെ ഫീൽ ചെയ്തു. അന്നേരമാണ് ഞാൻ ഈ ഒരു സെറ്റാഫിലിൻ്റെ ഷാമ്പു യൂസ് ചെയ്തത്. പക്ഷേ ഇത് നന്നായിട്ട് വർക്കായി. ഇത് ഡെയിലി ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഞാനൊരു വീക്ക്ലിയാണ് യൂസ് ചെയ്യാറുള്ളത്. ദെൻ ബോഡിക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ആഫ്റ്റർ ബാത്ത് ഈ ഒരു സെബാമെഡിൻ്റെ ബോഡി ലോഷൻ നന്നായി മസാജ് ചെയ്യാറുണ്ട്. ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് ആക്ച്വലി ചെറിയൊരു സ്മെല്ലുണ്ട്, ഒരു മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലുണ്ട്. ഈ ഒരു സ്മെല്ലും അതുപോലെ ബോഡിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു ഫുൾ ഡേ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ അതിൻ്റെ കൂടെ ഈ ഒരു സെറ്റാഫിലിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ലോഷനുണ്ട്, സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പ്രോഡക്റ്റാണ്. പക്ഷേ എങ്കിൽ എനിക്ക് ആ ഒരു സ്മെല്ലില്ലാത്തത് കൊണ്ട്, ഒരു ബേബീൻ്റെ സ്മെല്ല് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സെബാമെഡ് തന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഫോൾഡിങ്സിലൊക്കെ ഒരു സെബാമെഡിൻ്റെ പൗഡർ യൂസ് ചെയ്യാറുണ്ട്. ആക്ച്വലി ബേബിക്ക് പൗഡർ യൂസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഈ ഒരു ഫോൾഡിങ്സ്, ഈ കഴുത്തിൻ്റെ സൈഡിൽ അവിടെയൊക്കെ ഞാൻ ഈ ഒരു പൗഡർ ഇടാറുണ്ട്. ഇതും നല്ലൊരു പൗഡറാണ്. ഇതിന് നല്ലൊരു സ്മെല്ലാണ്. പിന്നെ കാജൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കാജൽ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാജൽ ഇടുന്നിടത്തും പിന്നെ ഫോൾഡിങ്സിൽ മാത്രമാണ് ഞാൻ ഈ ഒരു സെബാമെഡിൻ്റെ പൗഡർ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു സെബാമെഡിൻ്റെ പ്രോഡക്ട്സിനെല്ലാം നമ്മുടെ ബേബീൻ്റെ ഒരു സ്മെല്ല് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ ഈ ഒരു സെബാമെഡിൻ്റെ പ്രോഡക്ട്സൊക്കെ നല്ല പ്രോഡക്ട്സാണ്. പിന്നെ ഞാൻ ഡയപ്പർ റാഷ് ക്രീമായിട്ട് യൂസ് ചെയ്യുന്നത് സ്യൂഡോ ക്രീമാണ്. ആക്ച്വലി എൻ്റെ കയ്യിൽ സെബാമെഡിൻ്റെ ബേബി ഡയപ്പർ റാഷ് ക്രീമും ഉണ്ട്. അതും നല്ലൊരു പ്രോഡക്റ്റാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്യൂഡോ ക്രീമാണ്. ഇത് നമുക്ക് എത്ര പ്രാവശ്യമാണോ ഡയപ്പർ ചേഞ്ച് ചെയ്യുന്നത് അത്രയും പ്രാവശ്യം ഞാൻ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാറുണ്ട്. ഇത് നല്ലൊരു ബാരിയർ ക്രീമാണ്. ഇത് ഓരോ പ്രാവശ്യം ഡയപ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ ലെഫ്റ്റ് ഓവർ ഉണ്ടായിരിക്കുന്നത് ജസ്റ്റ് അത് വൈപ്പ് ചെയ്തിട്ട് വീണ്ടും ഇത് തന്നെ അപ്ലൈ ചെയ്യാറുണ്ട്. ഈ ഒരു 125 ml ഒരു ചെറിയൊരു ബോക്സാണ്. ഇത് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനായിട്ടുണ്ടാവും. ഞാൻ ആക്ച്വലി ഒരു 3 മന്ത്സ് കൊണ്ട് യൂസ് ചെയ്യുക. ഇതിലിപ്പോഴും പ്രോഡക്ട്സ് ശരിക്കുണ്ട്. കുറച്ച് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ജസ്റ്റ് ഒരു കുറച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ നന്നായിട്ടത് ഉണ്ടാവും. നല്ല കട്ടിക്ക് നമുക്ക് ഇടാനായിട്ട് പറ്റും. സോ ഇത് നല്ലൊരു ക്രീമാണ്. ഇതിനും നല്ലൊരു മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലുണ്ട്. ആ ബോക്സ് ഓപ്പൺ ആക്കി കാണിക്കാം. ഇത്രയും പ്രോഡക്ട്സ് ഇനിയും ബാലൻസ് ഉണ്ട്. ഞാനൊരു 3 മന്ത്സ് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് ഇത്. ഞാൻ ആക്ച്വലി പർച്ചേസ് ചെയ്തത് UAE നിന്നാണ്. ഇത് ഞാൻ ഇവിടെയും ഇത് കിട്ടാനുണ്ട്. ഇവിടുന്ന് ഞാൻ വാങ്ങിച്ചിട്ടില്ല, ഇവിടെ ഇത് കിട്ടാനുണ്ട്. ഇത് എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി സെബാമെഡിനെ വെച്ചിട്ട് കുറച്ച് എക്സ്പെൻസീവാണ്. സോ ഇത് നല്ലൊരു റാഷ് ക്രീമാണ്. ദെൻ ഞാൻ യൂസ് ചെയ്യുന്ന വൈപ്സ് ഈ ഒരു മദേഴ്സ് വാഷ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 99% ഓഫ് പ്യുവർ വാട്ടർ വൈപ്സ് ആണ്. ഇത് ആക്ച്വലി എക്സ്ട്രാ ജെൻറ്റിൽ ആൻഡ് തിക്കനായിട്ടുള്ള വൈപ്സാണ്. ഞാൻ ഓൾറെഡി ഒരു 3-4 ബ്രാൻഡിൻ്റെ വൈപ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ആ ഒരു വൈപ്സ് കുറച്ച് സ്മെല്ലുണ്ടാവും, ഒരു മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലുണ്ടാവും. ബട്ട് ഈ ഒരു വൈപ്സിന് തീരെ സ്മെല്ലില്ല. ബട്ട് കറക്റ്റ് നമ്മളൊരു കോട്ടൺ ജസ്റ്റ് ഒരു നോർമൽ വാട്ടർ, പ്ലെയിൻ വാട്ടറിൽ എങ്ങനെയാണോ ഡിപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് ആ ഒരു ഫീലാണ് ഉണ്ടാവുന്നത്. ദെൻ നല്ല തിക്കനായിട്ടാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വൈപ്സാണ്. ഇത് ആക്ച്വലി എൻ്റെ ഒരു റീപർച്ചേസ് ഐറ്റമാണ്. ഞാൻ എൻ്റെ ഒരു 3 മന്ത്സ് ഓഫ് ജേർണിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡയപ്പേഴ്സും പിന്നെ ഒന്ന് ഈ ഒരു വൈപ്സും ആയിരിക്കും. ഇത്
വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് ഇത്. ആക്ച്വലി ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് പാക്ക് ഓഫ് 1 200 പാക്ക് ഓഫ് 2 വരുന്നത് 399 ആണ്. കമ്പാരിറ്റീവ്ലി കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. മറ്റ് പ്രോഡക്റ്റ്സൊക്കെ നമുക്ക് 3 4 പാക്കൊക്കെ ആക്ച്വലി ഒരു 200 റുപ്പീസിന് കിട്ടാറുണ്ട്. അപ്പം എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടിട്ടുള്ള വൈപ്സ് ഈ ഒരു വാട്ടർ വൈപ്സാണ്. ഞാൻ ഇനിയും വേറെ 1-2 ബ്രാൻഡ്സിൻ്റെ വാട്ടർ വൈപ്സും കൂടെ ഞാനിങ്ങനെ കാർട്ടിൽ ജസ്റ്റ് ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ഇനി നെക്സ്റ്റ് ഞാനിനി അതൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് ഏതാണ് ബെറ്റർ ആയിട്ടുള്ളൊരു ബ്രാൻഡ് എന്നുള്ളത് പറഞ്ഞുതരാം. സോ എനിക്കിപ്പോഴത്തെ ഈ ഒരു 3 months ഓഫ് യൂസേജിൽ എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള വൈപ്സ് ഈ ഒരു മദേഴ്സ് വാഷിൻ്റെ തന്നെ ആയിട്ടുള്ള വൈപ്സാണ്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ബേബിക്ക് യൂസ് ചെയ്യുന്ന കാജലാണ്. ഞാൻ ആക്ച്വലി ഒരു 2 months വരെ കാജൽ അധികം ഉപയോഗിച്ചിട്ടില്ല. എങ്കിലും എനിക്ക് കാജൽ യൂസ് ചെയ്യുന്നത് ഇഷ്ടമാണ്. കാജൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഒരു ന്യൂ ബോൺ സ്റ്റേജിൽ യൂസ് ചെയ്യാനായിട്ട് തീരെയും പാടില്ല. ബട്ട് ആഫ്റ്റർ ഞാൻ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന കാജൽ ഈ ഒരു ശ്രീധരിയം എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ കാജലാണ്. ഇത് ഞാൻ കോട്ടക്കലിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു കാജലാണ്. ഇത് നല്ലൊരു കാജലാണ്. ഇതിന് നല്ല സ്റ്റെയിനുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു കോട്ടൺ വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു രാവിലെ ജസ്റ്റ് കുട്ടിനെ കുളിപ്പിച്ചിട്ട് ഈ ഒരു കാജൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് തനിയെ തന്നെ ഇത് കുറേ അങ്ങ് പോകും. ഇതിൻ്റെ ആ ഒരു കട്ടിയായിട്ടുള്ള ഒരു സ്റ്റെയിന് പോകും. ഞാൻ ഈ ഒരു കാജൽ ഇട്ടിട്ട് അതിൻ്റെ പുറത്താണ് മെയിൻലി ഈ ഒരു സെബാമണ്ടിൻ്റെ പൗഡർ യൂസ് ചെയ്യുന്നത്. ദെൻ ഞാൻ യൂസ് ചെയ്യുന്ന ബേബി ഡിറ്റർജൻറ്റ്. ഞാൻ ഫസ്റ്റൊക്കെ നമ്മുടെ സോപ്പ് ഉണ്ടല്ലോ, സോപ്പ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സോപ്പ് യൂസ് ചെയ്തിട്ടായിരുന്നു എൻ്റെ ബേബീൻ്റെ ക്ലോത്ത് വാഷ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ആക്ച്വലി എനിക്കത് അത്ര എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തില്ല. ഞാനിങ്ങനെ അത് യൂസ് ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ കേട്ടിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ഡിറ്റർജൻറ്റാണ് ഈ ഒരു ലവ് ലാപ്പിൻ്റെ ഡിറ്റർജൻറ്റ്. ഇത് നല്ലൊരു ഡിറ്റർജൻറ്റാണ്. ഇത് ആക്ച്വലി എൻ്റെ ലൈഫ് സേവിങ് പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം. ഇത് നമ്മൾ കുറച്ച് മാത്രം ചെറിയൊരു എമൗണ്ടിൽ ജസ്റ്റ് കുറച്ച് ക്വാണ്ടിറ്റി ഒഴിച്ചിട്ട് നമ്മുടെ കുട്ടീൻ്റെ തുണിയൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ നന്നായിട്ട് ഡേർട്ടൊക്കെ പോകുന്നുണ്ടാവും. അത് നമുക്ക് ജസ്റ്റ് കുറച്ച് നമ്മുടെ സോപ്പ് ഉണ്ടല്ലോ, ഞാൻ ബേബി സോപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബേബീൻ്റെ ഡിറ്റർജൻറ്റ് സോപ്പ് എന്ന് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാൻ കിട്ടും. ഞാൻ ജസ്റ്റ് ബേബി സോപ്പ് തന്നെ യൂസ് ചെയ്തിട്ടാണ് ബേബീൻ്റെ ക്ലോത്ത്സ് വാഷ് ചെയ്യാറുള്ളത്. നന്നായിട്ട് ഡേർട്ട് പോവും, നല്ല വൃത്തിയാവും. പിന്നെ ഞാൻ ആക്ച്വലി ഫോമുല ഫീഡ് കൊടുക്കാറുണ്ട്. ഇപ്പം അങ്ങനെ തീരെയും കൊടുക്കാറില്ല. ബട്ട് ആദ്യത്തെ ഒരു 1-2 മാസമൊക്കെ ഞാൻ ഫോമുല ഫീഡ് ചെയ്യാറുണ്ടായിരുന്നു. ഞാനപ്പോൾ യൂസ് ചെയ്തിരുന്ന ബോട്ടിൽ ഫിലിപ്സിൻ്റെ എവൻറ്റിൻ്റെ ബോട്ടിലായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഞാൻ ആ ബോട്ടിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ലിക്വിഡ് ക്ലെൻസറാണ് ഇത്. ഇത് നോട്ടി കിഡ്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ഇതിൻ്റെ കൂടെ ഒരു 2 ബ്രഷ് വരുന്നുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ഒരു ബ്രഷ് ഭയങ്കര വലിയ ബ്രഷാണ്. ഈ ഒരു ചെറിയ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ബോട്ടിൽസും നിപ്പിൾസും ഒക്കെ ക്ലീൻ ചെയ്തിരുന്നത്. ഇതും നല്ലൊരു പ്രോഡക്റ്റാണ്. ഇതിനും അത്യാവശ്യം നല്ല ഫോമുണ്ട്. വലിയ സ്മെല്ലില്ല, ജസ്റ്റ് ഒരു മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലേ ഉള്ളൂ. ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരുന്നത്.